ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫ്രിഡ്ജിൽ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ഷെൽഫുകളിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ഷെൽഫുകളിലൊക്കെ ബാഡ് സ്മെൽ ഉണ്ടാകാനും അതുപോലെ തന്നെ ഈച്ച വന്നിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഈച്ച വരാതിരിക്കാനും അതുപോലെ തന്നെ ബാഡ് സ്മെൽ ഇല്ലാതിരിക്കാനും ഇത് നമുക്ക് ഫ്രിഡ്ജിലും ഡൈനിങ് ടേബിളിലും എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ എവിടെയാണോ സൂക്ഷിക്കുന്നത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചെടുക്കാം. അപ്പോൾ അതിനായി കുറച്ച് കല്ലുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് കല്ലുപ്പിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കല്ലുപ്പിലേക്ക് ഞാനിത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് നീരാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ലുപ്പും ചെറുനാരങ്ങയാണ് കേട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രാമ്പുമാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കത് ഇത്രയും ഗ്രാമ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാമ്പുമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് വെക്കണ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്കൊന്നും ഈച്ച അതുപോലത്തെ ശല്യങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ ആ ബാഡ് സ്മെൽ വലിച്ചെടുക്കാനും പറ്റും. ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ഗ്രാമ്പൂവിൻ്റെയും ആ ചെറുനാരങ്ങയുടെയും ഒരു വലിച്ചെടുക്കുന്ന ഒരു ഗന്ധം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെറുനാരങ്ങ എടുത്തത് ഇതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് സൂക്ഷിക്കാം കേട്ടോ. കുറച്ച് കല്ലുപ്പ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മുടെ ഗ്രാമ്പു കുത്തി വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, കല്ലുപ്പോ പൊടിയുപ്പോ വേണമെങ്കിൽ ഇതിൽ കല്ലുപ്പ് നിൽക്കില്ല, പൊടിയുപ്പായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന എവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും അതുപോലെ തന്നെ ഈച്ച കൊതുകൊന്നും ഈ പരിസരത്തേക്ക് പോലും വരില്ല കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ല് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് പോകാൻ മാത്രമല്ല പ്രാണികളുടെ ശല്യത്തിനും ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ.